ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് സീരീസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സ്റ്റേഷൻ എന്ന് പറയുന്നത് അൽ അസീസിയ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ നമുക്ക് ഇതിനകത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണുക. സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ബ്ലൂ ലൈനിലുള്ള ഒരു പ്രധാന സ്റ്റേഷൻ തന്നെയാണ്. അൽബൈദർ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് നോർത്തിലോട്ട് പോകുമ്പോൾ നെക്സ്റ്റ് സ്റ്റേഷൻ ഒരു പ്രധാന സ്റ്റേഷൻ തന്നെയാണ്. കാരണം ഇവിടെ നിങ്ങൾ കാണുമ്പോൾ അറിയാം, ഇവിടുത്തെ ഒരു ഇൻ്റർസെക്ഷൻ കാര്യങ്ങളൊക്കെ നല്ല തിരക്കൊക്കെയാണ് റോഡ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ഉള്ള ആൾക്കാർക്കൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേഷൻ തന്നെയാണിത്. ഈ ഒരു സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് അൽ അസീസിയ ഡിസ്ട്രിക്റ്റിലാണ്. ഈ സ്റ്റേഷൻ ചുറ്റിപ്പറ്റിയും പ്രധാനമായിട്ടും കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ റെസിഡൻഷ്യൽ ഏരിയാസുമാണുള്ളത്. റിയാദിലെ പ്രധാനപ്പെട്ട പല ലാൻഡ്മാർക്കുകളിലേക്കും പോകുന്നതിന് ഈ ഒരു സ്റ്റേഷനിൽ നിന്നും വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടുന്ന് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോകാം. ഉള്ളിലേക്ക് പോയിട്ട് ഉള്ളിലെ കാഴ്ചകളും പ്ലാറ്റ്ഫോമിലെ ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. മറ്റ് സ്റ്റേഷനിലെ പോലെ തന്നെ ഇവിടെയും എൻട്രൻസ് സൈഡിൽ തന്നെ ഒരു മാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കിട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ എസ്കലേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റെപ്പുണ്ട്, പിന്നെ ലിഫ്റ്റും ഒക്കെ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാം കൊണ്ടും സംഭവം അടിപൊളിയാണ്. ഇവിടുത്തെയും ഒരു ഫിനിഷ് എന്ന് പറയുന്നത് വൈറ്റ് ഫിനിഷ് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് മെട്രോ സ്റ്റേഷനിലെല്ലാം തന്നെ ഒരു വൈറ്റ് ഫിനിഷ് ഉണ്ട്. റൂഫൊക്കെ ആണെങ്കിലും അലുമിനിയത്തിൻ്റെ സീലിംഗ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹോള് ഗ്ലാസ് പാനലുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തത്തെ കാഴ്ചകളൊക്കെ വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. മേലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ വെൻഡിങ് മെഷീനുണ്ട്. ഓട്ടോമാറ്റിക്കലി നമുക്കറിയാവുന്നവർക്ക് ടിക്കറ്റ് എടുക്കാം. അതുപോലെ തന്നെ മാനുവലി ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന സ്റ്റേഷനുകളുണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ചകൾ എന്ന് പറയുന്നത്. ആസ് യൂഷ്വൽ എല്ലാ ഒരു സ്റ്റേഷനിലും ഈ ഒരു ഫെസിലിറ്റിയൊക്കെ തന്നെ ഉണ്ടാകും തീർച്ചയായിട്ടും. മേലോട്ട് കയറി പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറായിട്ടുള്ള ഫിനിഷിങ് കാര്യങ്ങളിലും വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ കാർഡ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എൻട്രി പോകാം. അപ്പോൾ ഇവിടെയും എസ്കലേറ്റർ ഉണ്ട്, ലിഫ്റ്റുണ്ട്, അതുപോലെ തന്നെ സ്റ്റെപ്പുണ്ട്. ഇതിൽ നമുക്ക് പ്ലാറ്റ്ഫോമിലോട്ടുള്ള എൻട്രിയാണിത്. സ്റ്റേഷനുകളിലും ചെയ്തേക്കുന്ന പോലെ തന്നെ ഇവിടെ നല്ല ഹൈറ്റിലുള്ള വാൾ പാനലുകളൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഇതിൻ്റെ അൽ അസീസിയ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലോട്ടുള്ള യാത്രയിലാണ്. ഇത് അൽ അസീസിയ സ്റ്റേഷൻ്റെ ടോപ്പിൽ നിന്നുള്ള പ്ലാറ്റ്ഫോം ആ ഒരു ഏരിയ എന്നുള്ള ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ ഇവിടെ കുറേ റെസിഡൻറ്റ് ഏരിയകളൊക്കെ ഉണ്ട് ഇതിനടുത്തായിട്ട് തന്നെ. പിന്നെ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ പറയുന്നത്, ഇവിടെ ഒരു സ്കൂൾ കാണുന്നുണ്ട്. എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റേജുകളിലാണ് ഈ ഒരു സ്റ്റേഷൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് എൻട്രി എടുക്കുകയാണ്. പ്ലാറ്റ്ഫോമിൽ ഇപ്പം നമ്മൾ വരുന്ന സമയത്ത് തന്നെ നല്ലോണം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. നല്ലോണം ആൾ ഇപ്പോൾ സീറ്റിംഗ് ലൈനിലൊക്കെ ഇരിപ്പുണ്ടെന്നുള്ളത് നമുക്കിവിടുന്ന് കാണാൻ സാധിക്കും. നമുക്ക് ഒരറ്റത്തുനിന്ന് അങ്ങേയറ്റം വരെ പോകാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എൻട്രി ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള എൻട്രി നമുക്ക് കിട്ടുന്നുണ്ട്. അൽ അസീസിയ സ്റ്റേഷൻ വന്നപ്പോൾ നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് കണ്ടവർക്കറിയാം, ഈ ആളെ നമുക്ക് പരിചയമുണ്ടോ? ഇവൻ അന്ന് നമ്മുടെ വീഡിയോയിൽ നമുക്ക് വേണ്ടിയിട്ട് റെസ്പോൺസ് ചെയ്ത ആളാണ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ അവനോട് സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അൽ അസീസിയ സ്റ്റേഷൻ വന്നപ്പം അവനോട് ട്രെയിൻ കയറാനായിട്ടിരിപ്പുണ്ട്. അങ്ങനെ അവനെയും കണ്ടു. പഴയ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം എല്ലാവരും സോഷ്യലാണ് കേട്ടോ. പൊതുവേ ആൾക്കാരൊക്കെ ആണെങ്കിലും നമ്മൾ സംസാരിക്കാനാണൊന്നും മടിയൊന്നും കാണിക്കുന്നില്ല. പൊതുവേ നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസ് നമുക്ക് തരുന്നുണ്ട് ആരോട് ചോദിച്ചാലും. പിന്നെ എല്ലാ സ്റ്റേഷനിലും തന്നെയും ഇതുപോലെ ക്ലീനിങ്ങിനുള്ള സ്റ്റാഫുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നല്ല ക്ലീനും നീറ്റായിട്ടാണ് വെച്ചേക്കുന്നത്. ഇതൊരു തുടക്കമാണ്, ഓക്കെ. പക്ഷേ എന്നാൽ പോലും മുന്നോട്ടും ഇതേ ഒരു രീതി അവർ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ പഴയ ഒരു രീതിയൊക്കെ മാറി സൗദിയുടെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച്. കാരണം ആരോട് നമ്മൾ എന്തെങ്കിലും ചെന്ന് ചോദിച്ചാലും പഴയതിനെക്കാട്ടിലും റെസ്പോൺസ് ഉണ്ട്. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് മിങ്കിൾ ചെയ്യാനായിട്ട് റെഡിയാണ്. പഴയ ഒരു രീതി അതല്ലായിരുന്നു. നമ്മൾ ക്യാമറയൊക്കെ കാണുമ്പോഴല്ലേ ഫോട്ടോ എടുക്കുമ്പോഴേ അതിന് നമ്മളോട് ദേഷ്യപ്പെട്ട ചരിത്രമുണ്ട്. ഞാനിവിടെ കുറച്ച് നാളായിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. പക്ഷേ ഇപ്പം നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് അതിലൊക്കെ. അസീസിയ സ്റ്റേഷൻ വന്നപ്പോഴും നമുക്കൊരു ട്രാവലറിൻ്റെ റെസ്പോൺസ് നമുക്ക് എടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു നമുക്കൊരാളെ കിട്ടിയിട്ടുണ്ട്. आपका नाम क्या है? मोहम्मद बिलावल। मोहम्मद बिलावल किधर से? पाकिस्तान से? पाकिस्तान से। पाकिस्तान ആണ് മുഹമ്മദ്.
അപ്പോൾ പുള്ളിയോട് നമുക്ക് ഡീറ്റെയിൽസ് ചോദിക്കാം. कैसा है अभी मेट्रो? बहुत अच्छा है, क्योंकि ना पहले मैं दोस्त के पास आता था तो काफ़ी ज़्यादा पैसे लगते थे, तो अब हमें इस तरह की कोई दिक्कत नहीं होती, दुश्वारी नहीं होती, क्योंकि किसी भी टाइम आ सकते हैं और जा सकते हैं. तो वैसे भी मैं तरैया में एज अ क्वालिटी एश्योरेंस काम करता हूँ यहाँ पे, तो काफ़ी अच्छी ये चीज़ इन्होंने इन्वेंट की है. क्योंकि ना ऐसी चीज़ें इन्वेंट करने में बहुत ज़्यादा एक अरसा लगता है, लेकिन उनके फ़ायदे बहुत ज़्यादा होते हैं. क्योंकि आप 2 घंटे में कहीं भी ट्रैवल कर सकते हैं. बेशक आप एग्ज़िट ले लें, एग्ज़िट के बाद दोबारा अगर री एंट्री करें तो वही 4 रियाल आपके, हाँ जी, दोबारा वही आप 4 घंटा यूज़ कर सकते हैं. हाँ जी 4 2 घंटा, घंटा, सही है, 2 घंटे यूज़ कर सकते हैं. उसमें देखें आपको कितना ज़्यादा फ़ायदा है. तो ये सारा बहुत, आप तो काम के लिए भी ऐसे यूज़ करते हैं क्या? नहीं, काम के लिए जाने के लिए? ज़्यादातर यूज़ नहीं करते. हाँ ये है कि अगर मैं काम के लिए भी जाऊँ तो मुझे करीब पड़ता है फिर भी. जी. അപ്പോൾ പുള്ളി പറഞ്ഞത് എല്ലാവരും പറയുന്ന ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് വളരെ കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് 2 മണിക്കൂറത്തേക്ക് വേണ്ടിയിട്ട് 4 റിയാൽ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അല്ലാത്തപ്പോഴാണെങ്കിൽ ടാക്സി ഓടിക്കണം, അല്ലെങ്കിൽ നമ്മളൊരു വേറെ രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്താലും നല്ല രീതിയിലുള്ള ചാർജസ് വരും. അപ്പം അത് തന്നെയാണ് മെയിനായിട്ടുള്ളൊരു കാര്യം, നല്ല കാര്യം എന്ന് പറയുന്നത്. പിന്നെ ട്രാഫിക്കിൻ്റെ കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ താങ്ക് യു വെരി മച്ച് ജി, ഇത്രയും റെസ്പോൺസ് ചെയ്യാം. താങ്ക് യു so വെരി മച്ച്. much. നമുക്കൊരു റെസ്പോൺസ് കിട്ടി, ഒരു പാകിസ്ഥാൻകാരനായിരുന്നു. പുള്ളിയും ഈവൻ എല്ലാവരും പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ് പറയുന്നത്. പിന്നെ നമ്മളിവിടെ നിൽക്കുന്നത്, എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ സ്റ്റേഷനിൽ വന്നിട്ട് 5-8 മിനിറ്റ് ആയി. 5-8 മിനിറ്റ് തന്നെ 1-2 ട്രെയിൻ പോകുമ്പോഴും എല്ലാ ട്രെയിനിലും ആളുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഈവൻ തുടക്കത്തിലാണ് നമ്മുടെ കൊച്ചിയിലെ മെട്രോയിലെയൊക്കെ കാര്യം പറഞ്ഞാലും തുടക്ക സമയത്ത് നല്ല ലാഭം ഉണ്ടായിരുന്നു. കാരണം എന്താ, എല്ലാവരും മെട്രോ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഉണ്ടാവാം. പക്ഷെ എന്നാൽ പോലും ഇവിടെയും എല്ലാവരും ജോബിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുള്ള കാര്യം ഷുവറാണ്. കാരണം റിയാദിലുള്ളവർക്ക് പ്രത്യേകിച്ച് അറിയാം, ഇവിടുത്തെ ട്രാഫിക് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കാണ്. കാരണം ഇപ്പോൾ റോഡ് നോക്കിയപ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാർഗ്ഗം ഈ മെട്രോ തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് യൂസ് ചെയ്യും. അപ്പോൾ അൽ അസീസിയ സ്റ്റേഷനിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. ഇവിടുത്തെ ഇൻറ്റീരിയർ ഡിസൈൻ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും കമൻസോ അല്ലെങ്കിൽ എൻക്വയറീസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. അടുത്തൊരു ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് നമ്മൾ കയറി ഇനി അടുത്ത സ്റ്റേഷനിലോട്ട് പോവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസായിട്ട് അറിയിക്കുക കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത സ്റ്റേഷനിലോട്ട് പോകുന്നു. ബൈ ബൈ. Transportation Center.